ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ധന്യാസ് ലിറ്റിൽ വേൾഡ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ചെമ്മീൻ മസാലയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. അതിനായി 1/2 കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണിത്. ചെമ്മീൻ നമ്മൾ വൃത്തിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ചെമ്മീൻ്റെ മുകളിലും താഴെയും ഇങ്ങനെ കറുത്ത ഒരു നൂല് പോലെ ഉണ്ടാകും. ഇത് റിമൂവ് ചെയ്യണം. ഇതിൻ്റെ മുകളിലും താഴെയും കത്തിയും കൊണ്ട് ചെറുതായെന്ന് വരഞ്ഞ് ഈ മുകളിലും താഴെയുള്ള ഈ കറുത്ത സാധനം ഉണ്ടല്ലോ, നൂല് പോലെ ഇരിക്കുന്നത്, അതായത് നന്നായി റിമൂവ് ചെയ്ത് കളയണം. അപ്പോൾ അതങ്ങനെ എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1/2 കിലോ ചെമ്മീനാണിത്. ഇനി നമുക്കിതുണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. ഒരു വലിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തത്, 2 സവാള ചെറുതായി കട്ട് ചെയ്തത്, കുറച്ച് ചെറിയുള്ളി, ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത്, 2 പച്ചമുളക്, 5 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തത്, ചെറിയ കഷ്ണം കുടംപുളി, 2 തണ്ട് കറിവേപ്പില. നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ട് ഇത്ര സാധനങ്ങളാണ് വേണ്ടത്. ഉള്ളിയൊക്കെ ഞാൻ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ചെമ്മീനൊന്ന് മാരിനേറ്റ് ചെയ്യാം. അതിനായി 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ചെമ്മീന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ചെമ്മീൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ പൊടികളൊക്കെ ചേരുന്നോടം വരെ നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കിത് നേരിട്ട് തന്നെ വേവിച്ചെടുക്കാം. അതിനായി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായതിനു ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ചെറിയ കഷ്ണം കുടംപുളിയും കൂടി അതിലേക്ക് ചേർത്ത് 1 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം. ഇനി ഇത് നന്നായി മൂടി വെച്ച് വേകുന്നോടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് വെന്ത് വരുന്ന സമയത്തേക്ക് ചെമ്മീൻ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി കടുക് പൊട്ടിച്ച് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഓരോന്നായി ചേർന്ന് കൊടുക്കാം. ആദ്യം സവാള ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കളറൊക്കെ ഒന്ന് മാറി വരുന്നോടം വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പം നല്ല കളറൊക്കെ മാറി വരുന്നുണ്ട്. ഇത് ഒന്നും കൂടെ ആവട്ടെ. ഇപ്പം അതിൻ്റെ പച്ചമണമൊക്കെ നന്നായി മാറി ഉള്ളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് പൊടികളൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്താൽ മതി. ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായി മാറി വരുന്നോടം വരെ ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി അത് മൂടി വെച്ച് തക്കാളിയൊക്കെ ഒന്ന് വെന്തുടയുന്നോടം വരെ വേവിക്കാം. ഈ സമയത്തേക്ക് ഇത് നമ്മുടെ ചെമ്മീൻ നന്നായി തിളച്ച് വരുന്നുണ്ട്. അസാധ്യ മണമാണ് കേട്ടോ. ഈ ചെമ്മീൻ്റെ ഒരു മണം കേട്ടാൽ തന്നെ ഇത് നമ്മളാകുന്നതിന് മുമ്പ് കഴിച്ചു പോകും. ഇത് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഉള്ളിയൊക്കെ നന്നായി വെന്ത്
തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ചെമ്മീൻ്റെ വെള്ളമൊക്കെ വറ്റി വെന്തതിന് ശേഷം ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന ഗ്രേവി ഒന്നും കളയേണ്ട ആവശ്യമില്ല. ആ ഗ്രേവിയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇത്രേ ഉള്ളൂ സംഭവം. സിമ്പിളല്ലേ, പെട്ടെന്ന് ഉണ്ടാക്കി കഴിയാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. ആ വെളിച്ചെണ്ണേൻ്റെയൊക്കെ ഒരു സ്മെല്ലും ഒക്കെ ആകുമ്പോഴത്തേനും അടിപൊളി ടേസ്റ്റാണ്. ഇനി അവസാനമായിട്ട് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിത് സെർവിങ് ബോളിലോട്ട് മാറ്റിയിട്ടുണ്ട്. കാണാൻ തന്നെ അടിപൊളിയായിട്ടില്ലേ? നമ്മുടെ ചെമ്മീൻ നല്ല മസാലയൊക്കെ പോരുണ്ട്. നല്ല ഭംഗിയായിട്ടിരിക്കുന്നില്ലേ? കഴിക്കാനും അതുപോലെ തന്നെ ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തിൻ്റെ കൂടെയും കോമ്പിനേഷനായിട്ട് എടുക്കാവുന്ന ഒരു ഐറ്റമാണിത്. അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ പൊറോട്ടൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്